എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ കാണിക്കാനിടയായി. അതിൽ കണ്ടപ്പോൾ വളരെ രസകരമായതും അതിലുപരി വല്ലാതെ കൽബിന് തകർത്ത് കളയുന്ന ഒരു വീഡിയോ കൂടിയായി പോയത്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയും. ലോകത്ത് ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരേ ഒരു വസ്തുവായി നിലനിൽക്കുന്നത് നമ്മളുടെ മശായിഖന്മാരുടെ ഖലീഫമാരാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്വത്തിനേക്കാളും സമ്പത്തിനേക്കാളും മുഴുവൻ വസ്തുവിനേക്കാളും ഹൃദയത്തിൽ എന്ത് വസ്തുവിനെ എടുത്തു മാറ്റിയിട്ടും ഹൃദയത്തിൽ ആ ഒരു സംഗതിയെ നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ നിഅമത്ത്. ഇത് ഏത് ചെറിയ കുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഒരു വലിയൊരു ഹദീസാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മക്കൾ, സ്വന്തം മാതാപിതാക്കൾ, സ്വന്തം ശരീരം, ഇതിനേക്കാളുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മഹബത്ത് വെക്കേണ്ടത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് എന്ന്. എന്നാൽ ഇദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ഒരു വിഷയങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇത് ഒരു ത്വരീഖത്തിൽ കയറിയ അല്ലെങ്കിൽ ത്വരീഖത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ വ്യക്തിയാണ് ഇപ്പൊ ഈ കാര്യം പറയുന്നത്. അപ്പൊ ഈ ത്വരീഖത്തിൽ കയറിയവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇത് ശരിയാണോ? നമ്മുടെ ഹൃദയത്തിൽ, ഇദ്ദേഹം പറയുന്നത് ഹൃദയത്തിൽ നിന്നും എല്ലാ വസ്തുക്കളെയും മാറ്റിയിട്ട് മശായിഖന്മാരുടെ ഖലീഫമാരോടാണ് നമ്മൾ മഹബത്ത് വെക്കേണ്ടത്. അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുമെന്ന്. ആരല്ല നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല. തങ്ങളെക്കാളും നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് ഖലീഫമാരോടാണ്. ഇതിനാണ് നമ്മുടെ ഉലമാക്കൾ പണ്ടേ പറഞ്ഞത്, ത്വരീഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഈ കാണുന്ന പ്രഹസനമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കലോ അല്ല. ത്വരീഖത്തിന്റെ യഥാർത്ഥ വഴി എന്ന് പറഞ്ഞാൽ ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹിന്റെ വഴി പിൻപറ്റുക എന്നുള്ളതാണ്. അത് ഇല്ലാതെ എന്ത് ത്വരീഖത്ത്? ശരീഅത്ത് എന്ന് പറയുന്ന സംഭവത്തെ മാറ്റി വെച്ചുകൊണ്ട്, ഞാൻ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, വെറും നിസ്കാരവും ദീനും മാത്രമല്ല, മുത്ത് റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കൽ തന്നെയാണ് ത്വരീഖത്തിൽ പ്രവേശിച്ചവന് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട വലിയ സ്വഭാവം. അതല്ല ഇദ്ദേഹം പറയുന്നത് ഇവിടെ. ഇദ്ദേഹം പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ നമ്മളെ ഹൃദയത്തിൽ നമ്മൾ പ്രതിഷ്ഠിപ്പിക്കേണ്ടതും നമ്മൾ മഹബത്ത് വെക്കേണ്ടതും മശായിഖന്മാരുടെ ഖലീഫമാരോടാണ്. ഇത് എങ്ങനെയാണ് പച്ചയായ സ്വഹീഹായ ഹദീസിന് വിരുദ്ധമായ കാര്യമല്ലേ ഇദ്ദേഹം പറയുന്നത്? ഇത്തരം വിശ്വസിക്കുന്ന ത്വരീഖത്തുകൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?